ശ്രീലങ്കയിൽ വെച്ച് നടന്ന സൗത്ത് ഏഷ്യൻ ജുജിത്സു ചാമ്പ്യൻഷിപ്പിൽ ചാമക്കാല സ്വദേശി വെള്ളി മെഡൽ കരസ്ഥമാക്കി. ചാമക്കാല പള്ളിപ്പറമ്പിൽ അബ്ദുൾ നജീബ് ഷജ്ല ദമ്പതികളുടെ മകനായ റയാൻ മജീദാണ് ചാമ്പ്യൻഷിപ്പിൽ വെള്ളി മെഡൽ നേടിയത്. ചന്ദ്രാപ്പിനി ഹയർ സെക്കൻഡറി സ്കൂളിലെ 9ാം ക്ലാസ് വിദ്യാർത്ഥിയാണ് റയാൻ. 2 ദിവസങ്ങളിലായി ശ്രീലങ്കയിൽ നടന്ന ചാമ്പ്യൻഷിപ്പിൽ 18 വയസ്സിന് താഴെയുള്ളവരുടെ വിഭാഗത്തിലാണ് റയാൻ മജീദ് വെള്ളി മെഡൽ സ്വന്തമാക്കിയത്. ഇന്ത്യയെ പ്രതിനിധീകരിച്ച് കേരളത്തിൽ നിന്ന് 3 പേരാണ് ചാമ്പ്യൻഷിപ്പിൽ പങ്കെടുത്തത്. ഒരുമനയൂർ സ്വദേശി നബ്ഹാൻ റഷീദ് ഗോൾഡ് മെഡലും എടമുട്ടം സ്വദേശി മുഹമ്മദ് ഷിഫാൻ വെള്ളി മെഡലുകളും നേടിയിരുന്നു. ദേശീയ കോച്ച് RJ അൻവർ മരക്കാരുടെ കീഴിൽ വെങ്കിടങ്ങ് STMA അക്കാദമിയിൽ നിന്നാണ് മൂവരും പരിശീലനം നേടിയത്. ചാമ്പ്യൻഷിപ്പിൽ നേട്ടം കൈവരിച്ച റയാൻ മജീദിന് ചാമക്കാല ജനകീയ കൂട്ടായ്മ ആദരവ് സംഘടിപ്പിച്ചു. ചന്ദ്രാപ്പിനിയിൽ നിന്ന് നിരവധി വാഹനങ്ങളുടെ അകമ്പടിയോടെ ആനയിച്ച് ചാമക്കാല 3 കൂടിയ സെന്ററിൽ സ്വീകരണം നൽകി. ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ഷീബ സതീഷ് സ്വീകരണ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. വാർഡ് മെമ്പർ PK ഹംസ അധ്യക്ഷനായി. കയ്പമംഗലം പോലീസ് ഇൻസ്പെക്ടർ KT ബിജിത്ത് മുഖ്യാതിഥിയായി. ജുജിത്സു അസോസിയേഷൻ ജില്ലാ പ്രസിഡന്റ് RJ അൻവർ മരക്കാർ മുഖ്യപ്രഭാഷണം നടത്തി. പഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഐഷാബി മുഹമ്മദ്, പഞ്ചായത്ത് അംഗം ഉമറുൽ ഫാറൂഖ്, മഹൽ ഖത്തീബ് ഷുഹൈബ് ഹുദവി, സിനിമ സീരിയൽ താരം ഷൈജൻ ശ്രീവത്സം, KS അനിൽകുമാർ, EK മുഹമ്മദ് ഹാജി, MCM താജുദ്ദീൻ തുടങ്ങിയവർ സംസാരിച്ചു. ചടങ്ങിൽ റയാൻ മജീദിന് മൊമന്റോ നൽകി ആദരിച്ചു. വെച്ച് നടന്ന സൗത്ത് ഏഷ്യൻ ജുജിത്സു ചാമ്പ്യൻഷിപ്പിൽ U16 വിഭാഗത്തിൽ ഇന്ത്യയെ പ്രതിനിധീകരിച്ച വെള്ളി മെഡൽ നേടിയ നമ്മുടെ നാടിന്റെ അഭിമാന താരം ചാമക്കാലയുടെ സുൽത്താൻ റിയാൻ മജീദിന് ചാമക്കാലയുടെ ആദരവ്. ചാമക്കാല ജനകീയ കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ ചന്ദ്രാപ്പിന്നി സെന്ററിൽ നിന്നും വാഹനങ്ങളുടെ അകമ്പടിയോടെ ചാമക്കാലയുടെ സുൽത്താൻ റിയാൻ മജീദിനെ ആദരിച്ചു. സ്വീകരണങ്ങൾ ഏറ്റുവാങ്ങിക്കൊണ്ട് ഈ മത്സരങ്ങൾ സജ്ജമാക്കിക്കൊണ്ട് കടന്നു വരുന്നു. ശ്രീലങ്കയിൽ നടന്ന സൗത്ത് ഏഷ്യൻ ജുജിത്സു ചാമ്പ്യൻഷിപ്പിൽ നമ്മുടെ രാജ്യത്തെ പ്രതിനിധീകരിച്ചുകൊണ്ട് പങ്കെടുത്ത റയാൻ മജീദ് വെള്ളി മെഡൽ കരസ്ഥമാക്കിയിട്ടാണ് നമ്മുടെ ഈ ചടങ്ങിൽ സംബന്ധിക്കുന്നത്. ഉത്തർപ്രദേശിലെ ഗാസിയാബാദിൽ വെച്ച് നടന്ന ദേശീയ ട്രയലിൽ നിന്നാണ് റയാനെ ഈ മത്സരവേദിയിലേക്ക് തിരഞ്ഞെടുത്തത്. അവിടെ ചെന്ന് സൗത്ത് ഏഷ്യൻ രാജ്യങ്ങളിലെ 45 കിലോ വെയിറ്റുള്ള ആ കാറ്റഗറിയിൽ പെട്ട അവിടെ വെച്ച് ആ മത്സരത്തിൽ നിന്നാണ് റയാൻ മജീദ് തിരഞ്ഞെടുക്കപ്പെട്ടത്. നമുക്ക് എന്തായാലും അതൊരു അഭിമാന നിമിഷമാണ്. ഇത്ര ചെറുപ്പത്തിൽ, അതായത് 9ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു 13-14 വയസ്സ് ഈ പ്രായത്തിൽ ഏഷ്യൻ തന്നെ, അതായത് ഇന്ത്യൻ തന്നെ നമ്മൾ ഈ ചാമക്കാല സ്കൂളിൽ പഠിച്ചിട്ട്, അല്ലെങ്കിൽ കൂരിക്കോട് സ്കൂളിൽ എന്താ പറയുക, ചന്ദ്രാപിനി സ്കൂളിൽ പഠിച്ചിട്ട് നമ്മളടുത്ത് ഇത്രയും വലിയൊരു ഭാഗ്യം. സത്യം പറഞ്ഞാൽ പ്രസിഡന്റ് വരാതിരുന്നതുകൊണ്ട് ഉദ്ഘാടനത്തിനെത്തിയാണ് ഞാൻ. അപ്പം ഞാൻ സത്യം പറഞ്ഞാൽ നല്ലൊരു അഭിമാനത്തിലാണ് ഇരിക്കുന്നത്. ഈ ഒരു ചടങ്ങ് ഉദ്ഘാടനം ചെയ്യാൻ വേണ്ടി എനിക്കൊരു അവസരം കിട്ടിയത് വലിയൊരു ഭാഗ്യമായിട്ട് കണക്കാക്കുകയാണ് ഞാൻ. അതോടൊപ്പം വെങ്കിടങ്ങിലാണ് ഇത് പരിശീലിച്ചതെന്ന് പറഞ്ഞു. 2 വർഷം കൊണ്ടാണ് പരിശീലനം. മാമാടെ വീടിൻ്റെ അടുത്താണ് എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ചെറുപ്പത്തിൽ തന്നെ കുട്ടികൾക്ക് ഓരോ കലാപരമായ കഴിവുകൾ, ഇങ്ങനെയുള്ള ഓരോ ഇതൊക്കെ ഉണ്ടാവും. പക്ഷെ ഇവിടെ വന്നപ്പോഴാണ് എനിക്ക് ഈ സംഭവം എന്താണെന്ന് മനസ്സിലായിട്ട്. അതിങ്ങനെ കേട്ട് ഹംസക മെമ്പർ പറഞ്ഞെങ്കിലും കൂടി എനിക്കറിയില്ലായിരുന്നു എന്താണ്. ഇപ്പം ചോദിച്ചപ്പോഴാണ് ഈ കാര്യങ്ങൾ പറഞ്ഞത്. ഇന്നിപ്പോൾ എല്ലാവരും ഓരോരോ കഴിവുകളായിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ നല്ലൊരു സ്വീകരണം അവർ നൽകാനായിട്ട് നിങ്ങൾ കാണിച്ച ഈ മനസ്സിനെ വളരെയധികം നന്ദി അറിയിക്കുകയാണ് ഞാൻ. പല ആളുകൾക്കും റയാൻ മേലടിച്ചു എന്നതറിയാം, പക്ഷെ എന്താണ് ആയോധനകല എന്നതും, അല്ലെങ്കിൽ ഈ ആയോധനകല എവിടെ നിന്ന് ഉത്ഭവിച്ചു, ഈ ആയോധനകല കൊണ്ടുള്ള ഭാവിയിലെ ഗുണങ്ങൾ കുട്ടികൾക്ക് എന്താണ്, ഈ വിഷയങ്ങൾ അറിയാൻ സാധ്യതയില്ല എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. സോ അത് പറയാനായിട്ട് ഈ ഒരു വേദി ഞാൻ ഉപയോഗിക്കുകയാണ്. ജുജിത്സു എന്ന ആയോധനകല ജാപ്പനീസ് സാമുറൈസ് ക്രിയേറ്റ് ചെയ്തിട്ടുള്ള ഏറ്റവും ശക്തമായ ഗ്രൗണ്ട് ഫൈറ്റിംഗ് ആണ്. ഒരുപക്ഷെ ചെറിയ കുട്ടികൾക്കറിയാം സാമുറായി എന്ന് പറയുന്ന വിഭാഗം. അവർ ക്രിയേറ്റ് ചെയ്ത ഈ ആയോധനകല അതിനുശേഷം
ഈ ആയോധനകലയിൽ നിന്നും രൂപപ്പെട്ടിട്ടുള്ള മറ്റ് ആയോധനകൾ ഒരു പക്ഷേ നിങ്ങൾക്ക് പറഞ്ഞാൽ മനസ്സിലാവാം. അതിൽ നിന്നും ജിജിത്സുവിൽ നിന്ന് രൂപപ്പെട്ടിട്ടുള്ള ജൂഡോ ആൻഡ് ഗ്രാപ്ലിംഗ്, സാംബോ, ഹാപ്കിഡോ, ഐക്കിഡോ, അതുപോലത്തെ ഡിഫറെൻ്റ് ആയിട്ടുള്ള ഗ്രൗണ്ട് ടെക്നിക്ക് വരുന്ന എല്ലാ ആയോധനകലകളും ഒരു വിധത്തിൽ ക്രിയേറ്റ് ചെയ്തിട്ടുള്ള മെഗാ അല്ലെങ്കിൽ ഒരു മദർ ആർട്ടായിട്ടാണ് ജിജിത്സു എന്ന ആയോധനകല കാണുന്നത്. നമ്മുടെ രാജ്യത്തെ പ്രതിനിധീകരിച്ച് ശ്രീലങ്കയിൽ പോയി ഒരു കായിക മത്സരത്തിൽ പങ്കെടുത്ത് അതിൽ വെള്ളി മെഡൽ നേടിയ നമ്മൾ റയ്യാന് എല്ലാവിധ ആശംസകളും ഞാൻ നേരുന്നു. ഒന്നാമതായി നമ്മുടെ കുട്ടികൾ ഈ കായിക മത്സരങ്ങളിലും അതേപോലെ ഗ്രൗണ്ടിൽ നിന്നും കരക്ക് കയറി ഇരിക്കാൻ തുടങ്ങിയപ്പോഴാണ് ഇവിടെ എല്ലാ പ്രശ്നങ്ങൾക്കും കാരണം. ഇവരൊക്കെ ഗ്രൗണ്ടിൽ ഇറങ്ങിയിരുന്നെങ്കിൽ നമ്മുടെ 15-16 വയസ്സുള്ള 20 വയസ്സുള്ള കുട്ടികൾ ഗ്രൗണ്ടിൽ ഇറങ്ങിയിരുന്നെങ്കിൽ ഇത്രയും മയക്കുമരുന്നും മറ്റ് മദ്യവും പോലുള്ള സാധനങ്ങൾ ഇങ്ങനെ ഉപയോഗിക്കില്ല. മുമ്പ് കുട്ടികൾ ഗ്രൗണ്ടിൽ ഫുൾ ടൈം ക്രിക്കറ്റും ഫുട്ബോളൊക്കെ കളിക്കുകയായിരുന്നു. ഒരു 10 കൊല്ലം മുമ്പ് വരെ ഞാൻ കണ്ടിട്ടുണ്ട്. ഞാനൊക്കെ എൻ്റെയൊക്കെ 16-17 വയസ്സിലൊക്കെ ഫുൾ ടൈം ക്രിക്കറ്റ് വെയിറ്റ് ചെയ്ത് ഗ്രൗണ്ടിലായിരുന്നു. അതുകൊണ്ടാണ് നമ്മളൊന്നും ആ ഒരു ലഹരിയുടെ ഒരു വഴിക്ക് ഒരിക്കൽ പോലും ഇതേവരെ പോയിട്ടില്ല. ഇന്ന് കുട്ടികൾ ഗ്രൗണ്ടിലില്ല. ഫുട്ബോൾ കളിക്കാനും ക്രിക്കറ്റ് കളിക്കാനും ആർക്കും നേരമില്ല. ഫുൾ ടൈം മൊബൈൽ ഫോണിൽ. ഒന്ന് മൊബൈൽ അഡിക്ഷൻ, രണ്ടാമതായത് ഈ മയക്കുമരുന്നിൻ്റെ അഡിക്ഷൻ. ഇത് രണ്ടുമാണ് ഞാൻ ഏറ്റവും കൂടുതൽ കണ്ടുവരുന്ന ഒരു ഭീഷണിയായിട്ട് കണ്ടിരുന്നത്.